രാജ്യം കണ്ട ഏറ്റവും വലിയ VVIP വിവാഹത്തിൽ നിന്നും വിട്ടുനിന്നയാൾ അയാൾ മാത്രമാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ആ വിവാഹത്തിൽ നിന്നും വിട്ടുനിന്നത്? മനഃപൂർവ്വമാണോ? അതെ, മനഃപൂർവ്വം തന്നെയാണ്. എങ്കിൽ അയാളാണ് ഈ നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ, അല്ല അതിലുമപ്പുറം ജനസേവകൻ. രാജ്യത്തെ രാഷ്ട്രീയ VVIPകൾ അംബാനി കല്യാൺ സദ്യയ്ക്ക് തിക്കിത്തിരക്കുമ്പോൾ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് മനുഷ്യന്റെ വേദന തിങ്ങുന്ന മണിപ്പൂരിലെ കാഴ്ചകൾ കണ്ട് തിരികെ വിങ്ങുന്ന മനസ്സോടെ ഡൽഹിയിലെത്തി ഒരു പിസ്സ ഹട്ടിൽ ഏകാന്തനായി ഇരിക്കുകയായിരുന്നു ആ വിവാഹ ദിവസം. അതെ, മുകേഷ് അംബാനിയുടെ മകന്റെ ആഡംബര കല്യാണത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറി നിന്നത് രാഹുൽ വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ആ പിസ്സ ഹട്ടിലെ ഒറ്റയ്ക്കിരിക്കുന്ന ദൃശ്യങ്ങൾ ഏറെ വൈറലായതും. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആഡംബര കല്യാണമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട മുകേഷ് അംബാനി കുടുംബത്തിന്റെ വിവാഹ ചടങ്ങിൽ നിന്നും രാഹുൽ ഗാന്ധിയും കുടുംബവുമാണ് വിട്ടുനിന്നത്. അതാണ് ഇപ്പോൾ ഏറെ വാർത്തയാകുന്നതും. അതിന് മറ്റൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ 10 വർഷവും കോൺഗ്രസിന്റെ തകർച്ചയിൽ ആനന്ദിക്കുകയായിരുന്നു BJPയും നരേന്ദ്രമോദിയുമൊക്കെ. കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് അധികാരത്തിന്റെ സുഖശീതളിമയിൽ ഉല്ലസിക്കാൻ ഈ BJPയും മോദിയുമൊക്കെ കൈയച്ച് സഹായിച്ചത് അംബാനി മോദിമാരാണ്. അവരുടെ ഒരു വിവാഹം എന്തായാലും ആഡംബരപൂർണ്ണം തന്നെയാകും. അതിനേക്കാൾ പ്രതിപക്ഷ നേതാവിനും ഗാന്ധി കുടുംബത്തിനും വിലപ്പെട്ടത് മുറിവേറ്റ വേദനിക്കുന്ന മണിപ്പൂരിലെ അടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അശാന്തി ഉറങ്ങുന്ന കുടുംബങ്ങൾ തന്നെയാണ്. ആ കുടുംബങ്ങൾക്കൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ. രാജ്യത്തെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, സിനിമാ സ്പോർട്സ് താരങ്ങൾ എന്നുവേണ്ട VVIPകൾ എല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രവേശനവും അവിടേക്കുണ്ടായിരുന്നില്ല. 2 യൂട്യൂബർമാർ വിവാഹം നേരിട്ട് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവരുടെ കഴിവ് ഉപയോഗിച്ച് എങ്ങനെയോ ആ വിവാഹ വേദിക്കുള്ളിൽ നുഴഞ്ഞു കയറി. അവരെ അടക്കം പോലീസ് പിടിച്ച് അകത്തിട്ടു. അതും VVIP വാർത്തയായി. അങ്ങനെ സമസ്ത മേഖലയിലും പെട്ട VVIPകൾ നിരനിരയായി വരി നിന്ന് ക്യൂ നിന്ന് പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ നിന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ വിട്ടുനിന്നത്. മുകേഷ് അംബാനിയുടെ മകൻ അനന്തിന്റെ വിവാഹം നടന്ന ദിവസം ഡൽഹിയിലെ ഒരു പിസ്സ റെസ്റ്റോറന്റിൽ പിസ്സ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. എല്ലാവരും അംബാനി കുടുംബത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ മനുഷ്യൻ സാധാരണക്കാർക്കൊപ്പം ആഹാരം കഴിക്കാൻ കാത്തിരിക്കുന്നു എന്നതടക്കം കമന്റുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. പക്ഷെ ദിവസങ്ങൾക്ക് മുമ്പ് മുകേഷ് അംബാനി സോണിയാഗാന്ധിയെ ഡൽഹിയിലെ ജൻപഥിലെ വസതിയിൽ സന്ദർശിച്ച് എല്ലാവരെയും മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. എന്നിട്ടും രാഹുൽ പങ്കെടുത്തില്ല. സോണിയാഗാന്ധി വക ഒരു അഭിനന്ദന കത്ത് ദമ്പതികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പണക്കൊഴുപ്പിന്റെ അശ്ലീലത നിറഞ്ഞ കല്യാണത്തിൽ നിന്നും വിട്ടുനിന്ന രാഹുൽ തന്റെ നിലവാരം ഉയർത്തിപ്പിടിച്ചു എന്നാണ് സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത്. അംബാനിയുടെ വിവാഹത്തിന് പോകേണ്ടതില്ല എന്ന തീരുമാനം ഗാന്ധി കുടുംബത്തിൻ്റെതാണെന്നും അതേപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്നുമാണ് ഗാന്ധി കുടുംബത്തിന്റെ നിലപാടും AICCയുടെ നിലപാടും. പ്രസംഗിക്കുന്നതും പറയുന്നതുമൊക്കെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് ഇപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ നിഷ്കർഷയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യ സഖ്യ മുന്നണിയുടെ അഭിമാനമാണ്. നരേന്ദ്രമോദിയുടെ അനുയായികൾ തിക്കിത്തിരക്കുന്നിടത്ത് പ്രതിപക്ഷ നേതാവിന് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ അതിൽ പ്രസക്തിയുണ്ട്. കാരണം ആ തിക്കിത്തിരക്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂരിന്റെ കണ്ണുനീരൊപ്പി രാഹുൽ ഗാന്ധി തിരികെ ഡൽഹിയിലെത്തി ഏകാന്തനായി ആ വിവാഹത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നെങ്കിൽ നരേന്ദ്രമോദിയേക്കാൾ ഏറ്റവും വലിയ താരമൂല്യം രാഹുൽ ഗാന്ധിക്കായേനെ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ആ താരമൂല്യം വേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും തന്നെയാണെന്ന് വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് രാജ്യത്തിന് വേണ്ടത്, അതുതന്നെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത്, അതുതന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടത്. ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഇനി അങ്ങോട്ട് രാഹുൽ ഈ വാക്കുകൾ മറക്കില്ല എന്ന് തന്നെ വേണം കരുതാനും.